ദൈവനാമത്തിന് മഹത്വം. സിയോൻ ഓൺലൈൻ ബൈബിൾ ക്വിസിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. ദൈവകൃപയാൽ നമ്മുടെ ജനുവരിയിലെ ഓൺലൈൻ ബൈബിൾ ക്വിസ് അനുഗ്രഹമായി പൂർത്തീകരിക്കുവാൻ സർവ്വകൃപാലുവായ ദൈവം സഹായിച്ചു. സകല മാനവും മഹത്വവും കർത്താവിന് അർപ്പിക്കുകയാണ്. ഏകദേശം 75 പരം പ്രിയപ്പെട്ടവർ നമ്മുടെ ഓരോ ബൈബിൾ ക്വിസിനും പങ്കെടുത്തു. നമ്മുടെ 4 ബൈബിൾ ക്വിസ് ആയിരുന്നു. പങ്കെടുത്ത നിങ്ങൾക്ക് എത്രത്തോളം നമ്മുടെ ഈ ബൈബിൾ ക്വിസ് അനുഗ്രഹമായി എന്നറിയുവാനായിട്ട് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഈ വീഡിയോയ്ക്ക് താഴെ ഒന്ന് കമൻറ്റ് ചെയ്താൽ അത് ഞങ്ങൾക്ക് അനുഗ്രഹവും പ്രചോദനവുമായിരിക്കും. അപ്പോൾ ആ കാര്യം എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഓരോ ബൈബിൾ ക്വിസിലും ഏകദേശം 75 പരം പ്രിയപ്പെട്ടവർ പങ്കെടുത്തു. അതുകൊണ്ടാണ് വിജയിയെ കണ്ടെത്തുവാനായിട്ട് അല്പം താമസമുണ്ടായത്. എല്ലാവരുടെയും ഉത്തരങ്ങളൊക്കെ പരിശോധിച്ചു വരുവാനായിട്ട് അല്പം താമസമുണ്ടായി. അതുകൊണ്ട് എല്ലാവരും താമസിച്ചതിന് സദയം ക്ഷമിക്കുക. നമ്മുടെ പുതിയ ഓൺലൈൻ ബൈബിൾ ക്വിസ് ദൈവം അനുവദിച്ചാൽ ഫെബ്രുവരി മാസം ആദ്യ വാരത്തോടു കൂടി ആരംഭിക്കുന്നതാണ്. എല്ലാവരും ഉത്സാഹത്തോടു കൂടി തന്നെ പങ്കെടുക്കുക. നമ്മുടെ കഴിഞ്ഞ ബൈബിൾ ക്വിസിൽ വിജയിയെ കണ്ടെത്തിയതുപോലെ ആയിരിക്കില്ല നമ്മുടെ ഫെബ്രുവരിയിലെ വിജയിയെ കണ്ടെത്തുന്നത്. അതായത് നമ്മൾ 15 ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 15 ചോദ്യങ്ങൾക്കും ആദ്യം ശരിയുത്തരം അയക്കുന്ന വ്യക്തിയെ അന്നത്തെ വിജയിയായിട്ട് ഞങ്ങൾ നോട്ട് ചെയ്യുന്നതായിരിക്കും. ഏകദേശം 10 ബൈബിൾ ക്വിസാണ് നമ്മൾ നടത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഈ 10 ബൈബിൾ ക്വിസിൽ നിന്നും ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് അങ്ങനെ 3 പേരെ നമ്മൾ വിജയിയായിട്ട് പ്രഖ്യാപിക്കുന്നതായിരിക്കും. ഒരു ദിവസം ഒരു വ്യക്തി ആദ്യം ഉത്തരം അയച്ചാൽ അടുത്ത ദിവസം വേറൊരു വ്യക്തിയായിരിക്കും. അപ്പോൾ വിജയികൾ മാറി മാറി വരും ഓരോ ബൈബിൾ ക്വിസിനും. അതുകൊണ്ട് ആരും നിരാശപ്പെടേണ്ട. എത്രയും വേഗം ഉത്തരങ്ങൾ അയക്കുവാനായിട്ട് എല്ലാവരും ശ്രമിക്കുക. നമുക്ക് ജനുവരിയിലെ വിജയികൾ ആരൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ 3 വിജയികളെയാണ് തിരഞ്ഞെടുക്കുമെന്ന് പറഞ്ഞത്. എങ്കിൽ പോലും 4 വിജയികളെ തിരഞ്ഞെടുക്കേണ്ട ഒരു അവസ്ഥയാണ് ഉണ്ടായത്. അതായത് ഫസ്റ്റ് ലഭിച്ചിരിക്കുന്നത്, 1ാം സമ്മാനം ലഭിച്ചിരിക്കുന്നത് അപ്പോൾ ആരും മറക്കണ്ട, നമ്മുടെ ഫെബ്രുവരിയിലെ ഓൺലൈൻ ബൈബിൾ ക്വിസ് ആദ്യ വാരം തന്നെ ആരംഭിക്കുന്നതാണ്. എല്ലാവരും ഉത്സാഹത്തോടെ പങ്കെടുക്കുക. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ആ വിഷയത്തിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനയും ചോദിച്ചുകൊള്ളുന്നു. ദൈവം എല്ലാവരെയും ഒരിക്കൽ കൂടി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.